ശിശുവിന് അംഗവൈകല്യം ഉണ്ടെന്നാണ് സ്കാനിങ് റിപ്പോർട്ട്. പക്ഷെ ഒരു വലിയ കൈ ഇങ്ങനെ വയറിൽ നിന്ന് നെഞ്ചിനും കൂടി ചേർത്ത് കൊണ്ട് കുഞ്ഞിനെ താങ്ങി നിർത്തിക്കുന്ന സന്ദേശമുണ്ട്. ആ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പതകിന് നീര് വെച്ചിരിക്കുന്നവര്, അത് മുഴയാണ്, അത് പതകിന് നീരാണ്. കൈ ഇങ്ങനെ കൂട്ടി വെക്കാൻ പറ്റുന്നില്ല, പൊള്ളണം പോലെ തോന്നണം. ആ വ്യക്തിക്ക് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. തന്നെയല്ല, പതകിന് ഇതുപോലെ നീരുള്ളവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ അവിടെ തൊട്ട് ഈ സമയത്ത് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. വയസ്സുള്ള കുഞ്ഞ് ഇതുവരെ കമഴ്ന്ന് വീണിട്ടില്ല. അപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കുഞ്ഞുങ്ങളെ, കമന്ന് വീഴാത്ത കുഞ്ഞുങ്ങളെ, നിരങ്ങാത്ത കുഞ്ഞുങ്ങളെ, നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്, നിൽക്കാത്ത കുഞ്ഞുങ്ങളെ, നടക്കാത്ത കുഞ്ഞുങ്ങളെ, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ, കണ്ണ് കാണാൻ പാടാത്ത കുഞ്ഞുങ്ങളെ, ചെവി കേൾക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ, കമഴ്ന്ന് വിടാത്ത കുഞ്ഞുങ്ങളെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഈ പ്രഭാതത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില്, യേശുവിന്റെ ഉന്നതമായ നാമത്തില് കുഞ്ഞുങ്ങൾ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. മാതാവിന് മധ്യസ്ഥത്തിലെ കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കിടന്ന കിടപ്പിൽ മലമൂത്രങ്ങൾ പോകുന്നവരുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്, മസിലിന് കൺട്രോൾ ഇല്ലാത്തവരുണ്ട്. ഓപ്പറേഷൻ കൊണ്ടും അത് ശരിയാകത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. ചില ബാഗൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. മുത്തത്തിനും മലത്തിനുമൊക്കെ ബാഗ് വെച്ചു നടക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഡയറക്റ്റ് പോകാൻ വേണ്ടി ശ്രുതിക്കട്ടെ, കൈ ഉയർത്തിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. അപ്പോൾ ഒരു തീരുമാനം എടുക്കുക. കർത്താവേ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, കർത്താവേ, എന്റെ ഉടമ്പടിയുടെ കാലാവസ്ഥകള്, ഏത് രീതിയിൽ നീങ്ങിയാലും കർത്താവേ, വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വസ്തയോടുകൂടി ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 119:28. സങ്കീർത്തനം 119:28 പറഞ്ഞ്, ദുഃഖത്താൽ എന്റെ ഹൃദയം ഉരുകുന്നു,
ഞാൻ അങ്ങയുടെ വാഗ്ദാനമനുസരിച്ചുകൊണ്ട് കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവം എന്നെ നിയമം പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങള് എല്ലാം എന്റെ കൺമുമ്പിലുണ്ട്. ഉടമ്പടിയുടെ മാർഗമാണ് വിശ്വസ്തയുടെ മാർഗം എന്ന് പറയുന്നത്. 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കരൾ ഉരുകുന്നു, പക്ഷെ വാഗ്ദാനത്താൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണ വാഗ്ദാനത്തിലാണ്. ഞാൻ ചെന്ന് ആദ്യമേ പറഞ്ഞില്ലേ, നിന്റെ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും ഈ ഭൂമിയിൽ മനുഷ്യരാശി പുലരുന്ന അത്രയും കാലമുള്ള മാനവവംശത്തിൻ്റെ ലോകരാശിയുടെ മുഴുവനും ആവശ്യങ്ങളെ ഒരാപ്പാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. സാധ്യത ഞാൻ ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയും. കാര്യം 21 കൊല്ലം 36 കൊല്ലത്തെ കൗൺസിലിംഗ് ആണ്. 21 ലക്ഷത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാ ധ്യാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാവോ? ഈ കാലങ്ങളിലെല്ലാം ആൾക്കാരിൽ പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. ദൈവവേദലെ എവിടെയെങ്കിലും നിൻ്റെ ഇച്ഛാശക്തിക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അതപ്പം തന്നെ നീ കൈപൊക്കി കർത്താവിൻ്റെ ആഗ്രഹം ഒന്ന് പ്രഖ്യാപിക്കണം. മനസ്സിലായില്ലേ? അത് നമ്മളെ ആഗ്രഹം നടക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അത് നിനക്ക് വർക്കൗട്ട് ചെയ്ത് തരും. ഇവിടെ എന്താ എഴുതിയിരിക്കണത്? എൻ്റെ വിശ്വസ്തയുടെ മാർഗം. ഞാൻ സങ്കീർത്തനം 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം പറഞ്ഞേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി വിശ്വാസത്തിലല്ല വർക്ക് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ്? വിശ്വസ്തതയിലാണ്. ആ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതായത് ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഓരോരോ വിഷയമില്ലേ, ദുഃഖത്താൽ ഉരുകുന്നു. പിന്നെന്താ പറയണത്? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം മനുഷ്യന് വാഗ്ദാനം കിട്ടാൻ ദൈവം എല്ലാം വാഗ്ദാനത്തിൻ്റെ രീതിയിലല്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, നമ്മുടെ എല്ലാ നിയമ പരീക്ഷകളും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാ മെയിൻ്റനൻസ് വിഷയങ്ങളെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അല്ല, നമുക്ക് 1 ലക്ഷത്തി ഒരു ഈ ഭൂമി ജീവിക്കാൻ പോകുന്ന മനുഷ്യൻ ഇപ്പം തന്നെ 800-1000 കോടിയുണ്ട്. ഈ കോടികൾക്കെല്ലാം 10,000 കോടി ആവശ്യങ്ങളാണ് ഉള്ളത്. ആ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരോ പ്രാർത്ഥനയല്ല, ദൈവം ഇതെല്ലാം കൺസൈസ് ചെയ്ത് വാഗ്ദാനമാക്കിയിരിക്കാൻ, പ്രോമിസാക്കിയിരിക്കാൻ. അത് രണ്ടായിട്ട് ദൈവം തിരിക്കും. പ്രോമിസിനാണ് എന്താണ്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് അവകാശമായി തരും. ആണ് ദേശം. ദേശം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വീട് വേണം, പിന്നെ എന്ത് വേണം? വെള്ളം വേണം, പിന്നെ എന്താണ്? വഴി വേണം, പിന്നെ എന്താണ്? വണ്ടി വേണം, ഇൻ്റർനെറ്റ് വേണം, എല്ലാം ഉണ്ട്. ദേശമെന്നുള്ള ഒറ്റ വാഗ്ദാനത്തിലാണ് ഈ ഇൻ്റർനെറ്റ് വരെ ഉള്ളത്. പിടിയിടുക. അതായത് എബ്രഹാത്തിനോട് എന്താ പറയണത്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് എന്ത് തരും? അനുഗ്രഹമായി നൽകുമെന്നല്ല പറയണത്, പിന്നെ എന്താണ്? അവകാശമായി നൽകും. അത് ഉടമ്പടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ അവകാശം പറയാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസി അവകാശമല്ല പ്രാപിക്കുന്നത്, അനുഗ്രഹമാണ് പ്രാപിക്കുന്നത്. ഉടമ്പടി ചെയ്യുന്നത് റിലേറ്റീവാണ്, റിലേഷനിലാണ്. അപ്പോഴെന്താ പറയുക? അവന് അവകാശമാണ് പ്രാപിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ദേശവും സന്താനങ്ങളും എന്നാണ് ഇതിനകത്തുള്ളത് മുഴുവനും. അപ്പം എല്ലാ കാര്യങ്ങളും, ഒന്ന് ദേശവും, പിന്നെ നിൻ്റെ ജീവിതം പുലരാൻ വേണ്ടിയുള്ള, നിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയുള്ള സന്താനങ്ങളെ. എന്നിട്ട് എബ്രഹാത്തിനോട് പറയും, എബ്രഹാം ആദത്തിന് കൊടുത്ത പോലെയുള്ള ഒരു ഉടമ്പടിയല്ല ഞാൻ നീയുമായിട്ട് ചെയ്യണത്.
നോക്കിന് കൊടുത്ത പോലെയുള്ള ഉടമ്പടിയല്ല. നോക്കിനോട് എന്താ പറഞ്ഞത്? നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. നോക്കിന് കൊടുത്ത ഒരു വാഗ്ദാനം അതാണ്, നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ. 9 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ. അതായത് നീ നോക്ക് എല്ലാം നശിച്ചു പോയില്ലായിരുന്നു, പ്രളയം വന്ന് എല്ലാം നശിച്ചില്ലേ? നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ സാക്ഷ്യങ്ങളെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കോടി കടം, 2 കോടി കടം, ബിസിനസ് പൂട്ടി തകർന്ന് കൂടെ നിൽക്കണം, വഞ്ചിച്ചു, പറ്റിച്ചു, എൻ്റെ ജീവിത പങ്കാളി അവസ്ഥ ഇട്ടച്ചും പോയി എന്നൊക്കെ പറഞ്ഞ് നിലയും വിളിച്ച ആൾക്കാർ ഉടമ്പടി എടുക്കണത്. എന്നിട്ട് ഇവർ കണ്ണുനീരോടെ ഇങ്ങനെ വിതച്ചിട്ട് പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയഘോഷത്തോടെ തിരിച്ചു വരും. അവർ കണ്ണുനീരോടെയാണ് വിതക്കുന്നത്. ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷീപ്പ്. അതായത് ഷീപ്സ് അവരിങ്ങനെ അതായത് അവർ കണ്ണുനീരോടെ 126 സങ്കീർത്തനമാണ്. എനിക്കുള്ളത് 5 or 6 വചനങ്ങളാണ്. 126 സങ്കീർത്തനം. അവർ കണ്ണുനീരോടെ വിതക്കുന്നവൻ എപ്പോഴും കണ്ണീരോടാണ് വിതക്കുന്നത്. പക്ഷേ കൊയ്യണ സന്തോഷത്തോടെ കൊയ്യും. അവർ സാക്ഷ്യം 126:5 അതാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതക്കുന്നവരെ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. അതിക്ക് മുമ്പ് ഒരു വചനമുണ്ട്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. ഇവിടെ വരണത് കണ്ണീരോടെയാണ് വരണത്. ഇവിടെ വരണത് എന്താണ്? കണ്ണീരോടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം എന്താ? വണ്ടി ഇടിച്ച് 2 വിരല് പോയി, ചതഞ്ഞു പോയി. ഇറച്ചി കഷ്ണം ചെറുത് തൂങ്ങിക്കിടപ്പുണ്ട്. വിരലിൻ്റെ സംഭവമൊന്നുമില്ല. അപ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിരലിൽ പോയെന്ന് അവന് മനസ്സിലാക്കുമ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മേ പെണ്ണ് കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, ഞാൻ തിരിവായി പോയെന്ന് പറയാം. എല്ലാം തീർന്നെന്നാണ് വിചാരിക്കണേ. എല്ലാം തീർന്നു. അപ്പോൾ കണ്ണീരല്ലേ? അപ്പം അത് കണ്ണീരല്ലേ? വണ്ടി ഇടിച്ചതിൻ്റെ വിരൽ, ചെറുപ്പക്കാരൻ്റെ വിരൽ 2 ചതഞ്ഞു പോയെന്നല്ലേ, വിരലില്ല. അത്രയും ഭയങ്കര ഇടിയായിപ്പോയി. എന്നിട്ട് ഇവർ അമ്മ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഉടമ്പടിയിലൊരു വാഗ്ദാനമുണ്ട്. അത് ഇതിൻ്റെ അകത്തുണ്ടത്. 126:4 എന്ന് വായിച്ചേ. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ എന്ന് പറഞ്ഞു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പം നെഗേബിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണീരിലാണ് പോയി വിതക്കണത്. വിതക്കണ സമയത്ത് അവിടെ മഴ ഉണ്ടാകത്തില്ല. ബാർലിയാണ് നെഗേബിൽ വിതക്കണത്. ഈ സങ്കീർത്തനം പഠിക്കാൻ വലിയ രസമാണ്. നമ്മൾ പറയണ സാധ്യത അതിൻ്റെ അന്തർധാരകൾ അറിയുമ്പോഴാണ് നമുക്ക് ആത്മഹർഷം ഉണ്ടാവും. നെഗേബിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വിണ്ടുകീറി കിടക്കും. 11 മാസം വിണ്ടുകീറി കിടക്കും. എന്നിട്ട് മഴയൊന്നുമില്ല. ഇത് ഈ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റമാണിത്. ജോർദാൻ്റെ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റം ആണ് ഈ നെഗേബ് എന്ന് പറയുന്നത്. ചെങ്കടലിൻ്റെ ഒരു മൂലയാണ്. പക്ഷെ മഴ പെയ്യത്തില്ല. പക്ഷെ എന്നിട്ട് ഈ വിണ്ട് കയറിക്കൊണ്ട് ഭൂമി കിടക്കും. എന്നിട്ട് ഈ കർഷകർ എന്ത് ചെയ്യും? ഒരു മഴയും ഇല്ലെങ്കിലും ഇവിടെ കൊണ്ടുപോയി വിതച്ചും പോവും, ബാർലി വിതക്കും. അതാണ് ആ സങ്കീർത്തനം പറയണത്. കണ്ണുനീരോടെ വിതക്കുന്നവൻ കണ്ണുനീരോടെയാണ് വിതക്കണത്. മഴയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജയഘോഷത്തോടെ കൊയ്യും. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ മഴയില്ലെങ്കിലും വടക്ക് ഇസ്രയേലിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. വീട് ഞാൻ 5.5 വർഷമായിട്ട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ 2016 ഉടമ്പടി എടുത്തതാണ്. അത് കൊറോണയ്ക്ക് മുമ്പ് വരെ ഞാനിവിടെ വരുമായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ നിർത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട് പണിയൊക്കെ വന്നപ്പോഴത്തേക്കും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ലോണെല്ലാം അത് എനിക്കറിയത്തില്ല, 14 മാസം കൊണ്ട് 2 നിലയും അതിൻ്റെ മേലെ റൂഫ് ഇട്ട് എനിക്ക് നല്ലൊരു വീടാണ് ദൈവം തമ്പുരാൻ തന്നത്. അത് എല്ലാവരും വന്നേച്ചും നല്ലൊരു വീടാന്ന് ഐശ്വര്യമുള്ളൊരു വീടാന്ന് പറയുകയും ചെയ്ത്. ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. എനിക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല. എൻ്റെ ആങ്ങളെ വീട് പണി വന്നെങ്കിലും
അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഓടിപ്പോയി ഞാൻ മേടിക്കണം. ലോൺ സാങ്ഷനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകണമായിരുന്നു. അവിടുന്ന് വരുന്ന ഓരോ പേപ്പറും കാര്യങ്ങളുമായിട്ട് ഞാൻ പോകണമായിരുന്നു ബാങ്കിൽ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം നോക്കണമായിരുന്നു. എൻ്റെ പേര് ലിനു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടെന്ന് വരുന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 14 എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2018 TTC പാസ്സാവുന്നത്. അന്ന് തൊട്ട് ഞാൻ കേട്ടറ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു. എനിക്ക് 4 വർഷമായി ഞാൻ ഈ എക്സാമിന് വേണ്ടിയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ 4 വർഷത്തിൽ ഞാൻ 9 പ്രാവശ്യം ഈ എക്സാം എഴുതി. എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ചെറിയ മാർക്കിന് എനിക്ക് പരാജയമാണ് ഉണ്ടായത്. ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ചാനൽ വഴിയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യം ഞാൻ ഈ ചാനലിലൂടെ കേൾക്കാനിടയായി. OET എക്സാം പാസ്സാവുന്നതും IELTS എഴുതി പാസ്സാവുന്നതും എല്ലാം ഞാനിവിടെ കേട്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്താൽ എനിക്ക് എന്തായാലും കേട്ടറ്റ് എക്സാം പാസ്സാവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ഞങ്ങളുടെ ഫാമിലി ഒന്നിച്ച് വന്നിരുന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഈ 4 വർഷത്തിനിടയിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ലീവ് വേക്കൻസിയിൽ ഞാൻ താൽക്കാലികമായിട്ട് ഞാൻ കയറിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് കേട്ടറ്റ് നിർബന്ധം ഇല്ലായിരുന്നു. പിന്നീട് കേട്ടറ്റ് നിർബന്ധമാവുകയും പിന്നീട് ജോലിക്ക് പോകാൻ സാധിക്കാണ്ട് വരികയും ചെയ്തു. ഇവിടെ വന്ന് ഡിസംബർ മാസത്തിലായിരുന്നു എൻ്റെ എക്സാം. ആ ഡിസംബറിൽ തന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എക്സാം എഴുതിയപ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എത്ര കൂട്ടി വെച്ചിട്ടും എനിക്ക് 80 സംതിങ് അതിൽ കൂടുന്നില്ലായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പരാജയപ്പെടുമെന്ന്. അതിനുശേഷം ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവെ ഞാൻ ഈ പരീക്ഷ ജയിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു. ഫെബ്രുവരി 1 എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നോക്കാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാനല്ല റിസൾട്ട് നോക്കിയത്. ഞാൻ എൻ്റെ നമ്പർ എൻ്റെ ഒരു കൂട്ടുകാരിനെ ഏൽപ്പിക്കുകയും അവളാണിത് നോക്കി പറയുകയും ചെയ്തത്. ഞാൻ ഈ റിസൾട്ട് വന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഇറക്കി പിടിക്കുകയും ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ചൊവ്വാഴ്ച ദിവസത്തിലെ ആരാധന മറ്റൊരു കയ്യിൽ ആരാധന കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. വേറൊരു ഫോണിൽ എനിക്ക് കോള് വന്നു, നീ പാസ്സായി, നീ 90 മാർക്ക് കിട്ടി പാസ്സാവേണ്ട എനിക്ക് 96 മാർക്ക് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയോട് 1000 നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, മാതാവേ നന്ദി. എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാനിപ്പോൾ ഹൃദയം നന്ദി പറയാനാണ് ഈ അൽത്താരയിൽ നിൽക്കുന്നത്. എൻ്റെ ഭാര്യ 2022 ഏപ്രിൽ മാസം 4 തുടർച്ചയായ നെഞ്ചുവേദനയെ തുടർന്ന് ഞങ്ങൾ സ്വന്തമായി ലാബിൽ പോയി ECG എടുത്ത് ഡോക്ടറെ വീട്ടിൽ പോയി കാണുകയും ഡോക്ടർ 2 ആഴ്ചത്തെ മെഡിസിൻ തന്ന് ഞങ്ങളോട് TMDയും എക്കോയും എടുത്ത് ആ റിപ്പോർട്ടുമായി ഡോക്ടറെ ചെന്ന് കാണുവാൻ പറഞ്ഞു. ഞങ്ങൾ അതിനു മുമ്പേ ഇവിടെ വന്ന് കൃപാസനത്തിൽ മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. എക്കോയും TMDയും എടുക്കുന്നതിന് മുമ്പ് മാതാവിൻ്റെ കാശുദ്രവവും വിശുദ്ധ കാശുദ്രവവും വിശുദ്ധ തൈലവും ഇട്ടു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് TMDയും എക്കോയും എടുക്കുവാൻ ഞങ്ങൾ പോയത്. ആ റിപ്പോർട്ടുമായി ഡോക്ടറുടെ അടുക്കൽ ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഈ റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ ആദ്യത്തെ ECGയുടെ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ ദിവസിരുന്ന മാതാവിന് നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ എൻ്റെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു.
ആ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായി എൻ്റെ 2 കിഡ്നിക്കും കംപ്ലൈൻ്റ് ആണെന്ന് എൻ്റെ സ്കാനിങ്ങിൽ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിസിൻ കഴിച്ചു തുടങ്ങി. അങ്ങനെ എൻ്റെ ക്രിയാറ്റിൻ ലെവലിൽ 4 എത്തി. അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശുരവും ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞ് 1 എത്തുകയും രണ്ടാമത് ഡിസംബർ 27-ാം തീയതി വീണ്ടും ഒരു സ്കാനിങ് എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ആ റിപ്പോർട്ടിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം ചൊരുന്ന മാതാവിനും തിരുക്കുവാനും കോടാനുകൂടി നന്ദി. മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ മാതാവ് ചൊരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുവാൻ ഞാൻ ശ്രമിക്കുന്നു. എനിക്ക് 2021 ജൂൺ മാസം 5-ാം തീയതി എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഞാൻ എൻ്റെ ഇടത് ഷോൾഡർ ഇടിച്ച് റോഡിൽ വീണു. ആ വീഴ്ചയുടെ ഫലമായി എൻ്റെ കൈ പൂർണ്ണമായും പൊക്കുവാൻ സാധിച്ചിരുന്നില്ല. മാതാവിൻ്റെ ഉടമ്പടിയും വിശുദ്ധ കാശുരവും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഇപ്പോൾ പൂർണ്ണമായും കൈ പൊക്കുവാൻ സാധിക്കുന്നു. നാലാമത് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹം, എൻ്റെ കടയിൽ 6 വർഷമായി വിൽക്കുവാൻ സാധിക്കാതിരുന്ന സാധനങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ആ സാധനങ്ങൾ എല്ലാം പൂർണ്ണമായും വിറ്റുപോകുവാൻ എന്നെ മാതാവ് സഹായിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ എളമക്കരയിൽ നിന്നാണ് വരുന്നത്, എറണാകുളം ജില്ല. ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം 1-ാം തീയതിയാണ്, ഫെബ്രുവരി 1-ാം തീയതിയാണ് എടുത്തത്. ഞാൻ 2021 തൊട്ട് കാനഡയിൽ സ്റ്റുഡൻ്റായി പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വിസ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പം ഓരോ തടസ്സങ്ങളായിട്ട് എൻ്റെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം തന്നെ ബാങ്കിൻ്റെ ലോൺ നമുക്ക് കിട്ടാണ്ടായി, കുറേ ഫിനാൻഷ്യൽ ഇഷ്യൂസായിട്ട് കുറേ തടസ്സങ്ങൾ വന്നു. ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ വിസ വെച്ചു, പൈസ എല്ലാം സംഘടിപ്പിച്ച് വിസ വെച്ചപ്പോഴത്തേക്കും എനിക്ക് വിസ റിജക്ഷനായി. ആദ്യത്തെ വിസ റിജക്ഷൻ വന്നു. വിസ റിജക്ഷൻ വന്നതിൻ്റെ റീസൺ പറഞ്ഞത് ഞാൻ ഒരു സെമസ്റ്റർ ഫീസ് മാത്രം അടച്ചിട്ടാണ് എൻ്റെ വിസ വെച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയത് എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യവും വിസ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ സംഘടിപ്പിച്ചു. ആദ്യത്തെ വിസ വെച്ച് രണ്ടാമത്തെ വിസയിലേക്ക് മാറിയപ്പോൾ ഫുൾ ഫീസ് അടയ്ക്കേണ്ടി വന്നു. അത് ഒരു 5 ലക്ഷം രൂപയിലധികം എനിക്ക് ആ സമയത്ത് വെക്കേണ്ടി വന്നു. ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യവും വിസ വെച്ചു, എനിക്ക് അപ്പോഴും റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ പിന്നെയും എനിക്ക് എൻ്റെ മുന്നിൽ തടസ്സങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സമയങ്ങളിൽ ഞാൻ മാതാവിലേക്ക് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ എന്നാലും ഒരിക്കലും ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടോ ഒന്നും ഞാൻ മാതാവിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെ ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല. ആൻഡ് മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ എൻ്റെ SOPയിൽ വന്ന പ്രശ്നമാണ്. എല്ലാം ശരിയാക്കി വെച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യവും വിസ വെച്ചു. മൂന്നാമത്തെ പ്രാവശ്യവും വിസ എനിക്ക് റിജക്ഷനായിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം വെച്ചതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ന് തലേദിവസം ഞാൻ പ്ലാൻ ചെയ്തു എനിക്ക് പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നം ഉടമ്പടി എടുക്കണമെന്ന്. പക്ഷേ അന്ന് രാത്രി എനിക്കൊരു ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് കാലിന് സ്റ്റിച്ചിട്ട് വന്നു. അതെനിക്ക് നടക്കാൻ പറ്റാണ്ട് എനിക്ക് ആ ദിവസം കൃപാസനത്തിൽ വരാൻ പറ്റിയില്ല. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ റിജക്ഷൻ എനിക്ക് വന്നത്. അങ്ങനെ എൻ്റെ എല്ലാ ഹോപ്പും എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഫ്രണ്ടിലേക്ക് വേറൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ 3-ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് എൻ്റെ ഏജൻസിക്കാർ പറഞ്ഞു ഒരു പ്രാവശ്യവും കൂടി വെച്ച് നോക്കും, 4-ാമത്തെ പ്രാവശ്യം വെക്ക്. എന്നിട്ട് അവരൊരു കാര്യം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫൈനലായിട്ടുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം, അതുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വിസ കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് ജാനുവരി 31-ാം തീയതി 4-ാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ വിസ വെച്ചു. 4-ാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ വിസ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടിയിനകത്ത് ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മാർക്ക് കൊണ്ടോ എൻ്റെ പ്രൊഫൈലിനകത്ത് വന്നപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ആകെ 49% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കോവിഡ് ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാർക്കിൻ്റെ ക്രൈറ്റീരിയ കൊണ്ടോ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് കയറിയത് മാർക്കറ്റിങ്ങിലാണ്. 4 വർഷത്തെ മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു.